രക്തസാക്ഷികൾ അവർ അമരന്മാർ ജീവിക്കുന്നു ഞങ്ങളിലൂടെ. എന്നിട്ട് സഖാക്കളെ പയ്യന്നൂരിലെ ധനരാജ് എന്ന രക്തസാക്ഷിക്ക് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എന്തേ പ്രൈം സ്റ്റോറിയിലേക്കാണ്. പയ്യന്നൂരിൽ സംഭവിക്കുന്നത് എന്താണ്? രക്തസാക്ഷി ഫണ്ടിൽ MLA TA മസൂദൻ ഉൾപ്പെടെ അഴിമതി കാട്ടിയെന്ന് ആരോപിച്ച ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണനെ ഇന്നത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. വാർത്ത ചോർത്തി നൽകി ശത്രുക്കളുടെ കൈക്കോടാലിയായി എന്താണ് പാർട്ടിയുടെ കുറ്റപത്രം. ധനരാജ് രക്തസാക്ഷി ഫണ്ട് കൈകാര്യം ചെയ്തതിൽ വീഴ്ചയില്ല എന്ന് പറഞ്ഞ് പയ്യന്നൂർ MLAക്ക് ക്ലീൻ ചിറ്റ് നൽകുന്നുമുണ്ട്. CPM ജില്ലാ കമ്മിറ്റി യോഗം. ജില്ലാ കമ്മിറ്റി യോഗത്തിന് ശേഷം അക്കാര്യം പരസ്യമായി വ്യക്തമാക്കുകയാണ്, വിശദീകരിക്കുകയാണ് ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. അദ്ദേഹം ഉത്തമനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് അല്ല. ഉത്തമനായ കമ്മ്യൂണിസ്റ്റിന് ഇത്തരം നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തെ പാർട്ടിയെ വഞ്ചിക്കുകയാണ് ചെയ്തത്. പാർട്ടിയിൽ വിശ്വാസമർപ്പിച്ച ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് V കുഞ്ഞികൃഷ്ണനെ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന്, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന്, പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടി തീരുമാനിച്ച കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അതായത് ധനരാജ് ഫണ്ട് എന്ന് പറയുന്നത് കുടുംബസഹായ ഫണ്ട് മാത്രമല്ല. കുടുംബസഹായ ഫണ്ടുണ്ട്, വീടുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ളതുണ്ട്, കേസ് നടത്തുന്നതിനുമുണ്ട്. അപ്പോൾ കേസ് നടത്തുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് ഇപ്പോഴും പാർട്ടിയുടെ കയ്യിലുണ്ട്, ഒരു വ്യത്യാസമില്ല. അത് നിങ്ങളുടെ കയ്യിലുള്ള കണക്കാണ്. പാർട്ടി കണക്ക് നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. പാർട്ടിയുടെ രീതി പൊതുസമൂഹത്തിൽ നിന്ന് എല്ലാ ഘട്ടത്തിലും പാർട്ടി പൊതുസമൂഹത്തിൽ നിന്നാണല്ലോ പണം പിരിക്കുന്നത്. പൊതുസമൂഹത്തിൽ നിന്ന് പിരിച്ചിട്ടുള്ള പണം പാർട്ടിയുടെ രീതി, പാർട്ടിയുടെ ബന്ധപ്പെട്ട കമ്മിറ്റികളാണ് കണക്ക്, വരവ് ചെലവ് കണക്ക് അംഗീകരിക്കുക. പൊതുസമൂഹത്തിൽ നിന്നാണ് പണം പിരിച്ചത്. പക്ഷേ ആ കണക്കൊന്നും നിങ്ങളോട് പറയേണ്ടതില്ല, പൊതുസമൂഹം അത് അറിയേണ്ടതില്ല. അത് പാർട്ടി തീരുമാനിക്കും. പാർട്ടി പറയും പാർട്ടിയുടെ പക്കൽ പൈസയുണ്ട്, കണക്കുണ്ട്, പാർട്ടി കേസ് നടത്തുന്നു. ഇങ്ങനെ നിരവധി വ്യാഖ്യാനങ്ങൾ, മറുപടിയൊക്കെയാണ് വരുന്നത്. അതേസമയം 2 സഹകരണ ബാങ്കിൽ നിന്ന് വന്ന പൈസ അക്കൗണ്ടിൽ വന്നിട്ടില്ല എന്ന് ആരോപിക്കുകയാണ് V കുഞ്ഞികൃഷ്ണൻ. ആരോപണത്തിൽ വ്യക്തമായ മറുപടി ഇന്നും ഉണ്ടായില്ല. സഹകരണ ബാങ്കിലെ ജീവനക്കാരിൽ നിന്ന് ലഭിച്ച 70 ലക്ഷം കാണാനില്ല എന്തായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം. കെട്ടിട നിർമ്മാണ ഫണ്ടിൽ ക്രമക്കേട് നടത്തി എന്നടക്കമുള്ള ആരോപണങ്ങൾ ഇപ്പോഴും ഉയർന്നു നിൽക്കുകയാണ്. ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ ചില കാര്യങ്ങൾ കേട്ടപ്പോൾ ചിരിയാണ് വന്നത് എന്ന് കൂടി പറയുകയായിരുന്നു കുഞ്ഞികൃഷ്ണ. പ്രതികരണം കൂടി. ഒന്ന്, കുന്നരൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് പിരിച്ച ഫണ്ട്. 2, പെരളം സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് പിരിച്ച ഫണ്ട്. ഇത് രണ്ടും അക്കൗണ്ടിൽ അടച്ചിട്ടില്ല. അന്ന് ഏരിയ സെക്രട്ടറി TA മധുസൂദനാണ്. ഞാൻ പറയുന്നത് ഈ 2 സ്ഥാപനം കേഷായി കൊടുത്തിട്ടുണ്ടാകും. കേഷായി കൊടുക്കുന്നത് ഏരിയ സെക്രട്ടറിയുടെ കയ്യിലാണ്. അന്ന് ഏരിയ സെക്രട്ടറി TA മധുസൂദനാണ്. ആ പണം അക്കൗണ്ടിൽ അടച്ചിട്ടില്ല. അപ്പം രണ്ടാമത് അവതരിപ്പിച്ച കണക്കിൽ 64.5 ലക്ഷം രൂപ സഹകരണ ജീവനക്കാരുടെ ഫണ്ട് ഇനത്തിൽ വരവ് കാണിച്ചിട്ടുണ്ട്. വിചിത്രമായ ഒരു കാര്യം, ആദ്യം അവതരിപ്പിച്ച കണക്കിൽ നിന്ന് വ്യത്യസ്തമായി വരവ് കൂടിയപ്പോൾ ചെലവും കൂടി. അങ്ങനെ എവിടെയെങ്കിലും നടക്കുമോ? വരവ് കൂടുമ്പോൾ ചെലവ് കൂടും. യഥാർത്ഥത്തിൽ ചെലവായ സംഖ്യയല്ലേ ആദ്യത്തെ കണക്കിൽ അവതരിപ്പിക്കുന്നത്. പൊതുച്ചോറിലെ മനുഷ്യത്വം പകരുന്ന പാർട്ടിയാണ്. അക്കാര്യം എപ്പോഴും വിശദീകരിക്കാറുണ്ട്. അങ്ങനെ പൊതുച്ചോറിലെ മനുഷ്യത്വം പകരുന്ന പാർട്ടി രക്തസാക്ഷി ഫണ്ടിൽ കൈയിട്ട് വാരുമോ? അതാണ് സ്വാഭാവികമായും എല്ലാവരുടെയും മനസ്സിലേക്ക്, പാർട്ടി അണികളുടെ ഉൾപ്പെടെ മനസ്സിലേക്ക് വരിക. കണക്കിലെ പൊരുത്തക്കേട് എന്തുകൊണ്ടാണ് വിശദീകരിക്കാൻ കഴിയാതെ പോകുന്നത് എന്നത് വളരെ പ്രസക്തമായ ചോദ്യം. നടപടിയെടുക്കുമ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ് നമുക്ക് മുന്നിൽ. ഫെലിക്സ് ഉണ്ട്. ഫെലിക്സ്, എന്തുകൊണ്ടാണ് കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കാൻ കഴിയാതെ പോകുന്നത്? പൊതുസമൂഹത്തിന് മുന്നിലല്ല, പാർട്ടിക്കുള്ളിലാണ് ഈ കണക്കൊക്കെ പരിശോധിക്കുക എന്ന് ജില്ലാ സെക്രട്ടറി പറയുന്നു. മാത്രമല്ല ആരോപണം ഉന്നയിച്ചയാളെ പുറത്താക്കുകയും ചെയ്യുന്നു. എന്താണ് പയ്യന്നൂരിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അതുമായി ബന്ധപ്പെട്ട ഏതുതരം ചർച്ചയായിരുന്നു ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായത്? രതീഷ്, V കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങൾ അതേപടി നിലനിർത്തിക്കൊണ്ട് അതിലൊന്നും തന്നെ വ്യക്തത വരുത്താത്ത മറുപടിയാണ് ഇന്ന് KK രാഗേഷ് നൽകിയത്. ഇതിൽ ഏറ്റവും എളുപ്പത്തിലൊരു കാര്യം, കുഞ്ഞികൃഷ്ണൻ കണക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഉന്നയിക്കുന്നത്. കണക്കിൽ ആണ് വ്യത്യാസം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. എങ്കിൽ പിന്നെ ആ കണക്ക് ഇന്നതാണ് എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം അവിടെ പരിഹരിക്കും. പക്ഷേ ഒരു തരത്തിലുള്ള വ്യക്തതയും വരുത്താൻ ഇന്ന് KK രാഗേഷിന് കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പയ്യന്നൂർ CPM-നെ സംബന്ധിച്ചിടത്തോളം അത് CPM-ന്റെ കണ്ണൂരിലെ ഏറ്റവും ശക്തിയുള്ള ഒരു ഘടകമാണ്. അവിടെയാണ് ഒരു നേതാവ് ഇത്തരം കാര്യങ്ങൾ പുറത്തേക്ക് വന്ന് പറയുന്നത്. പാർട്ടി ഇതിനെ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു തെരഞ്ഞെടുപ്പ് അജണ്ട വെച്ചുകൊണ്ട് TA മധുസൂദൻ MLAക്കെതിരെ നടത്തുന്ന ഒരു കടന്നാക്രമണമാണ്. അത് എതിരാളികളെ കോടാലി കൈയായി മാറുന്നു തുടങ്ങിയ വിശേഷണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് V കുഞ്ഞികൃഷ്ണനെ പാർട്ടി
പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഉന്നയിച്ച ആരോപണങ്ങൾ, ഇങ്ങനെയൊരു സാമ്പത്തിക ഇടപാട് അവിടെ നടന്നിട്ടുണ്ട്, കൃത്യമായ സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ട്. ആ ഇടപാടിൽ എത്ര രൂപ കിട്ടിയെന്നോ എത്ര രൂപ അതിൽ ചെലവഴിച്ചു എന്നോ പാർട്ടിക്ക് കൃത്യമായി കണക്കുണ്ടെങ്കിൽ അത് പുറത്തു പറയാൻ കഴിയുന്നില്ല. അവിടെ എന്തോ ഉണ്ട് എന്ന സംശയം ആളുകളിൽ ജനിപ്പിക്കുന്ന രീതിയിലാണ് ഇന്ന് കെ രാഗേഷിൻ്റെ പോലും പ്രതികരണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പാർട്ടി അണികളെ പോലും പാർട്ടിക്ക് ഇത് പൂർണ്ണമായും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ച് പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിൽ അവിടെ ഫ്ലെക്സ് അടക്കം ഉയർത്തുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇതിലൊരു വ്യക്തത ഇതുവരെയും വരുത്താൻ CPM-ന് കഴിഞ്ഞിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. ശരി, ഒരു വ്യക്തതയും വരുത്താൻ കഴിഞ്ഞിട്ടില്ല. അത് നിസ്സാരമായ ഒരു കെട്ടിടം പണിയുടെ പൈസയുടെ കാര്യമല്ലല്ലോ. ഒരു രക്തസാക്ഷിയുടെ കുടുംബത്തെ സഹായിക്കാനുള്ള ഫണ്ട് പിരിവാണ്. രക്തസാക്ഷി അത് വളരെ വൈകാരികമായ ഒന്നാണ്. സ്വാഭാവികമായും കണക്കിൽ പൊരുത്തക്കേടുണ്ടെന്ന് അവിടുത്തെ ഏരിയ സെക്രട്ടറി, പയ്യന്നൂരിലെ ഏരിയ സെക്രട്ടറി എന്ന് പറയുമ്പോൾ പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ സാധാരണ തൊട്ടടുത്ത സ്ഥാനാർത്ഥി പിടിക്കുന്നതിനേക്കാൾ കൂടുതൽ വോട്ടൊക്കെയാണ് LDF-ന്റെ CPM-ന്റെ ഭൂരിപക്ഷം. അത്രത്തോളം പാർട്ടിക്ക് കെട്ടുറപ്പുള്ള സ്ഥലത്ത് ഏരിയ സെക്രട്ടറി എന്ന് പറയുമ്പോൾ നമ്മൾ മുഖ്യമന്ത്രിയൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ ആ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ടയാളാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ആ നേതാവാണ്. അദ്ദേഹം പിന്നീട് ജില്ലാ കമ്മിറ്റിയിലേക്ക് വരുന്നു. അങ്ങനെ ഒരാൾ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് മുന്നിൽ ചിലതുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അത് എന്തുകൊണ്ട് പാർട്ടി വിശദീകരിക്കുന്നില്ല എന്ന വളരെ പ്രസക്തമായ ചോദ്യം ഇവിടെ നിൽക്കുന്നു. മാധ്യമങ്ങൾക്ക് വാർത്ത നൽകി മറ്റുള്ളവർ കോടാലിക്കൈയായി മാറി എന്നൊക്കെ പറഞ്ഞാൽ പാർട്ടി നടപടിയെടുത്താൽ അത് പൊതുമുഖമാകെ ഏറ്റെടുക്കും, വിശ്വസിക്കും, അതിനെ അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാനും കഴിയില്ല. തിരികെത്താം ഇടവേളയ്ക്ക് ശേഷം.